നമുക്കൊപ്പം അതിർത്തി ഗ്രാമങ്ങളിലൂടെ ഇപ്പോൾ പലയിടങ്ങളിലും ഷെല്ലാക്രമണം നടന്ന ഇടങ്ങളിലെല്ലാം നേരിട്ടെത്തിയ നമ്മുടെ ആദിൽ പാലോട് തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. ഏറ്റവും റിസ്കി ആയിട്ടുള്ള അതെ ഷെല്ലാക്രമണം നടന്ന സ്പോട്ടിലേക്ക് ആദ്യം എത്തിയ മാധ്യമപ്രവർത്തകൻ ആദിൽ പാലോടാണ്. ഒപ്പം മനു ബാലകൃഷ്ണൻ എന്ന നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റും. ആദിൽ പാലോടിലേക്ക് നമുക്കൊന്ന് പോകാം. ആദിൽ പാലോട്, സന്ധ്യ മയങ്ങുന്നു. ഈ ഇരുട്ടിൽ ഇന്നത്തെ രാത്രിയിൽ എന്തും സംഭവിക്കാം എന്നുള്ള എനിത്തിങ് ഈസ് പോസിബിൾ എന്നാണ് ഗ്രാമീണരൊക്കെ ഇപ്പോൾ ആശങ്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ അവർക്ക് സുരക്ഷിതമായി താമസിക്കുന്നതിന് അല്ലെങ്കിൽ ഒരു ആക്രമണം ഉണ്ടായാൽ അവർക്ക് ജീവൻ സുരക്ഷിതമാക്കി നിർത്തുന്നതിനാവശ്യമായ ബങ്കർ സൗകര്യങ്ങളടക്കം തയ്യാറായിട്ടുണ്ടോ? എങ്ങനെയാണ് അതിർത്തി ഗ്രാമങ്ങളിലെ ഈ രാത്രിയിലെ സാഹചര്യം? ആദിൽ യു മസ്റ്റ് ബി സേഫ്. ഞാൻ ബരാമുള്ളയിലാണ്. നമുക്ക് മനു ബാലകൃഷ്ണൻ ആ ദൃശ്യങ്ങളൊന്ന് കാണിച്ചു കൊടുക്കാം. ഈ വൈകുന്നേരത്ത് ദീർഘമായി ഒരു 10-20 പോലീസുകാർ നിരനിരയായി, ഒപ്പം സൈനിക വാഹനങ്ങളും ഈ പാതയിലൂടെ സഞ്ചരിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ രൂപത്തിൽ വലിയ ജാഗ്രത ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ്. ബാരാമുള്ള ജില്ലയിലാണ് ഉറിയും അനുബന്ധമായിട്ടുള്ള ഈ അതിർത്തി മേഖലകളും വരുന്നത്. ഇന്ന് നമ്മൾ പല മേഖലകളിലും പോയിരുന്നു. പ്രത്യേകിച്ച് ഉറിയിൽ സലാമാബാദ് എന്ന ഭാഗം, അത് കുറച്ചുകൂടി കഴിഞ്ഞാൽ മീറ്ററുകൾക്കപ്പുറം നിയന്ത്രണ രേഖയാണ്. പാകിസ്ഥാൻ്റെ പോസ്റ്റുണ്ട്. അവിടെ നിന്നും ഇന്നലെ അർദ്ധരാത്രി ഈ ഇന്ത്യയുടെ സൈനികാക്രമണം കഴിഞ്ഞതിന് മിനിറ്റുകൾ മാത്രം ഉള്ളിൽ പാക് പോസ്റ്റുകളിൽ നിന്ന് ഷെല്ലിംഗ് ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് നിലവിൽ നമ്മൾ കണ്ടത്. അത് വീടുകളാകെ തകർന്നതാണ് കാഴ്ച. സമാനമാണ് പൊതുവിൽ ആകെ സാഹചര്യം. ആകെ 15 ഇന്ത്യൻ പൗരന്മാരുടെ ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് സൈന്യം തന്നെ സ്ഥിരീകരിക്കുന്നത്. 100-ലേറെ പേർക്ക് ഗുരുതരമായി പരിക്കേറ്റവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. 100-ലധികം കുടുംബങ്ങളെ ബങ്കറുകളിലേക്കും സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും മാറ്റിയതായും പ്രാദേശിക സർക്കാരുകളും സൈന്യവും അറിയിക്കുന്നു. ആ വിധത്തിൽ ഒരു ജാഗ്രത ആകെയുണ്ട്. വെറും ജാഗ്രതയല്ല, കനത്ത ജാഗ്രത തന്നെയാണ് അതിർത്തിയിലുള്ളത്. എന്തും സംഭവിക്കാനുള്ള സാധ്യത അവിടുത്തെ ജനങ്ങൾ കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഉറി നഗരത്തിൽ ചെറിയൊരു ടൗണാണ്. ആ ടൗണിലേക്ക് ഇറങ്ങുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എത്തുമ്പോൾ അവിടുത്തെ ബങ്കറുകളും മറ്റുമൊക്കെ കാണിക്കാനായി ആ ഭാഗത്തെത്തിയപ്പോൾ സജീവമായിരുന്നൊരു പട്ടണമാണ്, ചെറിയൊരു പട്ടണമാണ്, ഒരു അതിർത്തി പട്ടണമാണ് ഉറി. പക്ഷേ ഇന്നാകട്ടെ മുഴുവൻ കടകളും പൂട്ടി. എന്തോ സംഭവിക്കുമെന്നൊരു ഭീതി തന്നെ നമുക്ക് അവിടെ എത്തുമ്പോൾ തോന്നുന്ന രൂപത്തിലാണ് ഉറിയിലെ കാഴ്ചകൾ ഉണ്ടായിരുന്നത്. സലാമാബാദിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ നിയന്ത്രണ രേഖയിലേക്ക്. അവിടെയും ആളുകൾ മുഴുവൻ സാധനങ്ങളൊക്കെ ആയി കിട്ടുന്ന വണ്ടികളിൽ മറ്റ് കുടുംബക്കാരുടെ വീടുകളിലേക്ക്, ബന്ധുക്കളുടെ വീടുകളിലേക്ക്, കൂട്ടുകാരുടെ വീടുകളിലേക്കൊക്കെ ഈ നഗരത്തിലേക്ക്, ശ്രീനഗറിലേക്കും ബാരാമുള്ളയിലേക്കും ഒക്കെ മാറിപ്പോകുന്നതാണ് നിലവിലെ കാഴ്ച. എന്തായാലും എന്തോ സംഭവിക്കാനുണ്ട് എന്നൊരു ജാഗ്രത അവിടെയുള്ള ജനങ്ങളിലുമുണ്ട്. സലാമാബാദ് നമ്മൾ പോയ സ്ഥലം അരുൺ കൂടി കണ്ടതാണ്. അവിടുത്തെ ആളുകൾ മുഴുവൻ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അവർക്കിനി ഷെല്ലാക്രമണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അടുത്ത ദിവസങ്ങളിലും ഷെല്ലാക്രമണം ഉണ്ടാകുമെന്ന ഭയമുണ്ട്. ഉറിയിൽ മാത്രമല്ല, പൂഞ്ചിൽ 2 കുഞ്ഞുങ്ങൾ കൂടി മരിച്ചു. ഈ 15 പേരിൽ 2 കുഞ്ഞുങ്ങളുണ്ട്. അവർ രണ്ടുപേരും ഈ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണ്. ആ രൂപത്തിൽ പൂഞ്ച്, കുപ്വാര, അഖ്നൂർ അടക്കമുള്ള അതിർത്തി മേഖലകളിലാകെ ഷെല്ലാക്രമണം തുടരുമെന്ന സൂചനകളാണ് ഇപ്പോഴും സൈന്യത്തിന് ലഭിച്ചിരിക്കുന്നത്. ആ വിധത്തിലുള്ള ജാഗ്രതയുണ്ട്. ഇനി പ്രകോപനം തുടർന്നാൽ, മറ്റേതെങ്കിലും രൂപത്തിലുള്ള പ്രകോപനത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ അതിർത്തി മേഖലയിലെ വ്യോമതാവളങ്ങൾ, വ്യോമ യൂണിറ്റുകൾ അതിനോടൊക്കെ സജ്ജരായിരിക്കാനുള്ള നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാം എന്ന രൂപത്തിലാണ് അതിർത്തിയിലെ സാഹചര്യം. അവിടുത്തെ ജനങ്ങളുടെ ഉള്ളിലും ആ ഭയമുണ്ട്. അവിടുത്തെ അന്തരീക്ഷവും ആ രൂപത്തിൽ പരുവപ്പെട്ടിട്ടുണ്ട്. അരുൺ, സുജയ. ഓക്കെ, ആദിൽ പാലോടാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. ആദിൽ പാലോടും മനു ബാലകൃഷ്ണനും വളരെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ തന്നെ നിൽക്കുക. കാരണം ഈ രാത്രി വളരെ നിർണായകവുമാണ്. എനിക്ക് തോന്നുന്നു അവിടെ മിലിറ്ററി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ പോലീസോ മിലിറ്ററിയോ അവിടെയുള്ളവരൊക്കെ തന്നെ നൽകിയിട്ടുണ്ടാവാനാണ് സാധ്യതയല്ലേ? അപകടകരമായ സ്ഥലങ്ങളിലേക്ക് പോകാൻ പാടില്ല. വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാവില്ലേ ആദിൽ? ഉറപ്പായുമുണ്ട്. ആർമിയുടെ നിർദ്ദേശപ്രകാരം മാത്രം ഈ സലാമാബാദ് എന്ന ഭാഗം ഉറിയുടെ ആർമി പോസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഉറി സലാമാബാദിലേക്ക് പോവുക. ഉറിയിലെത്തുമ്പോൾ തന്നെ കൃത്യമായ പരിശോധനയുണ്ടാകും. എവിടെ നിന്ന് വരുന്നു, എന്തിനു വരുന്നു എന്ന് വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് മുന്നിലേക്ക് നമ്മളെ കടത്തിവിടുക. സാധാരണ ആർക്കും കടന്നു പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമ്മൾ നേരിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ പരിശോധനയ്ക്കും അനുമതിക്കും ശേഷമാണ് ഈ രൂപത്തിൽ അകത്തേക്ക് കടന്നു പോകാനാകുന്നത്. സ്വാഭാവികമായും ആർമിയുടെ കൂടി ആവശ്യമാണ്, ഇന്ത്യൻ സർക്കാരിൻ്റെ കൂടി ആവശ്യമാണ്, പ്രാദേശിക സർക്കാരുകളുടെ കൂടി ആവശ്യമാണ്. പാകിസ്ഥാൻ എന്താണ് അതിർത്തിയിൽ ചെയ്യുന്നത്? സാധാരണ ജനങ്ങളുടെ ജീവിതം എത്രമാത്രം ദുസ്സഹമാക്കുന്നുണ്ട്. സാധാരണ ആളുകളുടെ ജീവിതം, സാധാരണ അവർ സ്വരുക്കൂട്ടി, നമ്മൾ പോയ 2 വീടുകൾ അരുൺ കൂടി കണ്ടതാണ്. കൂലിവേല ചെയ്ത് ജീവിക്കുന്നവർ, വാഹനമുരുട്ടി ജീവിക്കുന്നവർ, ആ രൂപത്തിൽ അതിസാധാരണക്കാരായ ആളുകളാണ്. അവരുടെ ജീവിതം ഇത്രമേൽ മാറി, ഇത്രമേൽ ദുഷ്കരമാക്കിയത് പാകിസ്ഥാനാണ് എന്നത് കൃത്യമായി കാണാം. ആ ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചാൽ ഇവിടെയൊക്കെ ബാരാമുള്ളയിലൊക്കെ സൈന്യത്തിൻ്റെ സാന്നിധ്യം ഉണ്ട്.
അത് വലിയ ഒരു സുരക്ഷാ സംവിധാനത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഏതായാലും വലിയ ജാഗ്രതയാണ് ഈ മേഖലയിലാകെ ഉള്ളത്. അരുൺ.